സോഷ്യൽ എക്സാം അല്ലേ. അപ്പൊ ടുവേർഡ്സ് ഈക്വാലിറ്റി എന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം പേപ്പറിൽ കാണാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യനും ഒന്നുകിൽ ചോദിക്കും അല്ലെങ്കിൽ ഇതിൽ എന്തായാലും ഒന്നെങ്കിലും ചോദിക്കും എന്നുള്ളതിന് മിസ് ഗ്യാരണ്ടി കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ ഒന്നാമത്തത് ഇൻഡിക്കേഷൻസ് റിലേറ്റഡ് ടു റോഡ് സേഫ്റ്റി അല്ലെ. റോഡ് സേഫ്റ്റിയെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ഇൻഡിക്കേഷൻസ് തന്നിട്ട് അതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന തരത്തിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് ഇവിടെ മിസ് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻഡിക്കേഷൻസും എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ 100% ഉറപ്പ് വരുത്താൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോർട്ടിന്റെയും ഹൈക്കോർട്ടിന്റെയും ഇതിന്റെ ഒരു ഹൈറാർക്കി ഡിവിഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഏതാണെന്ന് അറിയോ? ഈ സാധനം, ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം മേലെ ആരുണ്ട്? സുപ്രീം കോർട്ട് ഉണ്ട്, അവർക്ക് താഴെയായിട്ട് ഹൈക്കോർട്ട് ഉണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട്, പിന്നെ സെഷൻ കോർട്ട്. അപ്പൊ ഈ ഒരു ഹൈറാർക്കി സിസ്റ്റം നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യനും നമുക്ക് എക്സാം പേപ്പറിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മളോട് എന്തുകൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്? വേൾഡ് ചൈൽഡ് റൈറ്റ് ഡേ എന്നാണെന്നും അതേപോലെ ആന്റി ചൈൽഡ് ലേബർ ഡേ എന്നാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിനോട് ആഡ് ചെയ്തിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മക്കൾ മിസ് ചെയ്യരുത്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചത് ഉറപ്പ് വരുത്തണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതുക.